ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ ബങ്സാർ എന്ന സ്ഥലത്താണ്. അവിടെ ഞാനൊരു വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നതെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മൂത്ത മകളാണ്. അപ്പം ആ ജ്യേഷ്ഠത്തിയുടെ പേര് ഓവന എന്നാണ്. മകൾ ഇവിടെ വന്നിട്ട് 67 വർഷമായി. അപ്പം ഞങ്ങൾ ഈ മലേഷ്യ വന്നപ്പം ആ സിസ്റ്ററിനെ ഒന്ന് കാണാൻ വിചാരിച്ച് വന്നതാണ്. ഈ നിൽക്കുന്നത് അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭവനത്തിൽ കയറി ആ സിസ്റ്ററിനെ, ആ അമ്മാമയെ ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് പോവാം. ഇതാണ് അവരുടെ വീട്. മലേഷ്യയിലുള്ള ബങ്സാറിലുള്ള അവരുടെ വീട് ഇതാണ്. ഇനിയൊന്ന് കാണാം. വർഷമായി ഇവിടെ ആയിട്ട്. അമ്മാമ മലേഷ്യയിൽ വന്നിട്ട് എത്ര വർഷമായി? 67 years. 67 വർഷമായി. 17-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് മലേഷ്യയിൽ വന്നതാണ്. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം അമ്മാമയ്ക്ക് ദൈവം കൊടുത്തു. And the great grandchildren. അപ്പം ഞങ്ങൾ ഈ അമ്മാമയെ കാണാനായിട്ട് ഇവിടെ ഈ ഭവനത്തിൽ വന്നതാണ്. മക്കളെല്ലാം വിദേശത്താണ്. മോൻ മാത്രമുണ്ട് കൂടുണ്ട്. മൂത്ത മകള് USA-യിലാണ്, രണ്ടാമത്തെ മകള് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അമ്മാമ ഇവിടെ കഴിയുന്നു. അമ്മാമയെ പരിചരിക്കാനായിട്ട് ഇന്തോനേഷ്യയിലുള്ള ഒരു സ്ത്രീയുണ്ട്. അപ്പം അങ്ങനെ അമ്മാമ സുഖമായിട്ട് കഴിയുന്നു. ഇത് എൻ്റെ ജ്യേഷ്ഠൻ ബാബു. ഇദ്ദേഹം മുംബൈയിൽ ഒരു ക്ലാസിക് ഡിഷസ് എന്ന ഒരു കേറ്ററിംഗ് സ്ഥാപനം നടത്തുന്നു. ഈ ബാബുച്ചായൻ്റെ മകളുടെ വിവാഹം മലേഷ്യയിൽ വെച്ച് നടക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. ഇതെൻ്റെ പെങ്ങളുടെ ഭർത്താവ് ജോയി. ഇത് എൻ്റെ ഭാര്യ ശോഭ. ഈ അമ്മാമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് 22 വർഷമായി. അച്ചായൻ്റെ പേര് വി തോമസ്. കാസ്ട്രോൾ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജരായിട്ടാണ് റിട്ടയർ ആയത്. അച്ചായൻ മരിച്ചുപോയി എങ്കിലും അച്ചായൻ്റെ ചിത്രങ്ങൾ, അച്ചായൻ ഒരു നല്ല ക്യാൻവാസ് പെയിന്റർ ആയിരുന്നു. അദ്ദേഹം വരച്ച പടങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും. നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ പടങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.